ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ പൂച്ചനെ കാണിക്കാൻ പോവാണ്. ആളൊരു പേടിത്തൂറി രണ്ടുപേരും എൻ്റെ അമ്മ എങ്ങനെയല്ലേ നമ്മുടെ കുഞ്ഞെ കുട്ടനാണ്. ഇപ്പോൾ പ്രസവിച്ചല്ല, രണ്ട് വയസ്സൊക്കെ ഉണ്ടാവും. ഇതാണ് ഹലോ ആള് ഭയങ്കര പേടിത്തൂറാണ്. വെറുതെ ആക്ഷൻ കാണിക്കണ്ട. ഈ പൂച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡ് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീറ്റാട്ടോ കൊടുക്കണത്. പിന്നെ രണ്ടുപേർക്കും തന്നെ കൊടുക്കുക. മീനും തന്നെയാണ് കൊടുക്കുക. നമ്മുടെ മീൻ അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് ഭയങ്കര പെടുത്തൂല. കുറച്ചുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്നത്. എൻ്റെ അമ്മേനെ തിരക്കി പോകാനോ പാട് കൂട്ടുന്നുണ്ടോ ദേഷ്യത്തിനാണ്. പഠിച്ചു പോണേ കടിച്ചും കീറും. അങ്ങനെ പൂച്ചവരെ പേടിച്ചിരിക്കുക. ആൾക്കാരൊന്നുണ്ടെങ്കിൽ വെറുതെ നോക്കിയിരിക്കുക, അതൊന്നും ചെയ്യൊന്നുമില്ല. അത്രയ്ക്കുള്ള പൂച്ച. അപ്പം നമ്മുടെ പൂച്ചല്ലേ ഒരു കുത്തകണ്ട് എന്താണെന്നറിയോ, ഈ മീനുകളില്ലേ ഇതൊക്കെ ആ പൂച്ച വെള്ളം കുടിക്കും. ഇപ്പം ചെറിയ മീനില്ലേ, ഇതേപോലത്തെ ഒരു പൊടി പോലത്തെ മീൻ, അതൊക്കെ ആ പൂച്ച അകത്താക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു മൂലയിൽ മിണ്ടാണ്ട് വെക്കും. അതാണ് ഈ പൂച്ചയുടെ പണി. ഇതൊക്കെ ഒന്നും അറിയാണ്ട് മൂലയിൽ വെക്കും. ഇതാണ് ഇതൊരു ബ്രൗൺ പൂച്ചുണ്ട്. വെള്ളം ഭയങ്കര പേടിയാണ്. കുളിപ്പിക്കാന്ന് വെള്ളം ഒരു കുപ്പി അടിച്ചുകൊണ്ടുപോയാൽ മതി. അമ്മോ പേടിച്ചങ്ങ് ഓടും. പിന്നെ അവിടെ നിൽക്കത്തില്ല. അതാ അടുത്ത പൂച്ചയാണ്. ഇതാ വേറൊരാളും വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ തുടങ്ങിയപ്പോൾ ഒന്നാണ്. ഇവ അധികം പേടിയില്ല. അവന് എക്സ്ട്രാ പേടിയും കൂടിയും കിട്ടി. പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കുക. ഭയങ്കര പേടിത്തൂറിയാ. ഇവൻ പ്രത്യേകിച്ച് പേടിയെന്ന് വെച്ചാൽ വെളിയുടെ പേടിയാ. അതവിടെയാണ് നമ്മളെ പൂച്ച വളർത്തൽ. ഗൈസിൻ്റെ മുഖണ്ട നമ്മളുള്ളതുകൊണ്ടാണ് കേസ് വരാത്ത്. പേടിയായിട്ടേ നോക്കുന്ന കേസ് നമ്മളെ ഒരാളിൽ കൂടെ ഓടിപ്പോയി. അതാണ് കേസ്. പുറത്ത് പോയി തപ്പാൻ പറ്റിയ പാടാണ് കേസ്. അവരനൊക്കെ തപ്പാൻ പോയാൽ മതി. വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. അടുത്തവൻ ഇത് വേറെ. മൊത്തം പേടിത്തൂറിയല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തപ്പാൻ പറ്റിയ പാട്. ഏതോ ഒരു വീടിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഒരു ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയത് ഭാഗ്യം. ഇവരൊക്കെ ഓടുന്ന സ്പീഡ് അറിയോ നിങ്ങൾക്ക്? ജെറ്റ് പോണ പോലെയാ. രണ്ട് വഴിയിൽ എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് റൈറ്റ് ഉണ്ട്. ഇരിക്കുന്നില്ലേ ഇപ്പോൾ ഓടിയുള്ള വയസ്സിലാണ്. ഇപ്പം ഇരിക്കുന്ന ഇരിക്കുന്നില്ലേ. മറ്റേ നമ്മുടെ മെയിൻ പൂച്ച അവിടെ പോയി. മെയിൻ ആളാണ് ആ മറ്റേ ബ്രൗൺ. അതിനും പേടിയാ. എല്ലാവരും പേടിത്തൂളിയാറ്. ഒന്ന് അടുത്ത് വന്നാൽ മതിയില്ലേ, അപ്പം തന്നെ ഓടിപ്പോകുന്ന പൂച്ച. അപ്പം പോയിണ്ടാവാം പൂച്ച. ഒന്ന് കണ്ണ് തെറ്റി അത് പോയിണ്ടാവും. ഇല്ല, പോയിട്ടുണ്ടാവില്ല. അവിടെ എവിടെ ഉണ്ട് ഒളിച്ചിരിക്കുക ഈ പൂച്ചടക്ക. അവിടെ ഉണ്ട് കേസ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അപ്പം കേസ് എന്താണെന്നറിയാം, തപ്പാണ്, മീൻ തപ്പാണ് കേസ്. അപ്പുറത്തെ വീട്ടിലുണ്ടോ എന്തെങ്കിലും പോവാ. ഇവിടെ ഒരു നീ തള്ളകി മീൻ പറ്റൂലേ.
അല്ല പിന്നെ ഓൻസോട് വിഷപ്പിരിക്കുക. ഇതാണ് ഈ പൂച്ച സംസാരിക്കുന്നത്. അടുത്ത് പോയപ്പോൾ പേടിച്ചു പോകും, അല്ലാണ്ട് കടിക്കാൻ വന്നില്ല. എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വന്നല്ലോ തന്നെ. ഇത്രയും പൂച്ച ഉണ്ടായിട്ട് ഒന്നും അനങ്ങില്ല. അപ്പോൾ നമ്മളൊന്ന് സംസാരിച്ചതിൻ്റെ പൂച്ചയെ കുറിച്ചിട്ടാണ് ഗൈസ്. ഒക്കെ ഞങ്ങൾ വളർത്തണതാണ്. എല്ലാവരും അറിയാലേ ഗൈസ്. ഇവരൊക്കെ ഓടിപ്പോവാന്ന് തോന്നും. ഫുഡ് എപ്പോഴും ഫുഡ് 2 പൊടി കൊടുത്താലൊന്നും പോരാ. ഇവർക്ക് ആ കുപ്പി മുഴുവൻ കൊടുക്കണം, നല്ല അടങ്ങുള്ളൂ. വിഷമത്തിരിക്കാനിപ്പോൾ അതാണ് മീൻ എന്തോ ഫുഡൊക്കെ തപ്പണ് കൊടുക്കാത്തോണ്ടേ. ആ ഫുഡാണ് കൊടുത്താൽ പിന്നെ അത് കിട്ടിക്കൊണ്ടേയിരിക്കണം. വിശപ്പ് കാരണം വരെ ഇവിടെ വിശപ്പ് തീർക്കാൻ 10,000 എന്ത് വേണം കുപ്പി. അവസാനം ഞാൻ കാണിച്ചില്ലേ, ആ ചെമ്മീൻ്റെ പൊടിയാണ്. ഭയങ്കര ഇഷ്ടം അവർക്ക്. മീനുകൾക്ക് അധികം ഇഷ്ടമല്ല. ഇവർക്ക് എന്താ കൊടുക്കുക? നല്ല ഫുഡ് പറയുക ഫിഷിന് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നെ അതടുത്തവന് മുങ്ങി. അപ്പം വീട്ടിലെവിടെ തന്നെ ഉണ്ട്, ആളിവിടെ തന്നെ ഉണ്ട്. വിഷമത് വയ്യായിരുന്നു. സ്പൂണ്ട് പുറത്തല്ല, ചിലപ്പോൾ ഇയാൾ പുറത്തു എന്തോ തപ്പിണ്ടല്ലോ. നമ്മുടെ പൂച്ച സാധനമുണ്ട്, പാമ്പിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ വേണ്ട, ആളിവിടെ ചെയ്തോളൂ. അത് ഒരു പൂച്ചയിലല്ല ഗൈസ്, 4-5 ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ധൈര്യം. ഇവിടെ പാമ്പിന് നിൽക്കാൻ പോലും പറ്റില്ല. പൂച്ച റൗണ്ട് ചെയ്ത് നിൽക്കും ഗൈസ്. ഇവിടെ 4 പൂച്ചേൻ്റെ ടോട്ടലുള്ളത്. ഇവിടെ 2 വെക്കും, ഇവിടെ 2 വെക്കും. 6 ഉണ്ടെന്ന് തോന്നുന്നു. 6 ഗൈസ് എന്തായാലും. ഇനി ഇവിടെ 2 വെക്കും. അങ്ങനെയാണ് ഗൈസ് പൂച്ച. പാമ്പ് കയറിയ ഒരെണ്ണം ഇവിടെ 1 സെക്കൻഡ് നിൽക്കും, ആള് കാണാണ്ടായി. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചാനലിലെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ആ ബെല്ലിൻ്റെ ബട്ടണും കൂടി അമർത്തിക്കോ. അത്ര എന്തായാലും ചെയ്തില്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.